ക്ലാസ്സിൽ പോയില്ല. പഴയ ഉഷാറൊന്നും നിന്നെ കാണാത്തോണ്ട് അമ്മ പിന്നെ നിർബന്ധിച്ചുമില്ല. നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോന്ന് അമ്മ ഇടയ്ക്കിടെ വന്ന് ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് 2-3 തവണ ഗൗതം വിളിച്ചിട്ടുണ്ടായിരുന്നു. വയ്യാത്തോണ്ടാണ് വരാത്തെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പാവം, അവന് നല്ല സങ്കടമുണ്ട്. ഒരു തവണ വീട്ടിൽ വന്നായിരുന്നു എന്നെ കാണാൻ. ഭാഗ്യത്തിന് അമ്മയുടെ ഇല്ലായിരുന്നു. കുട്ടൂസിൻ്റെ സ്കൂളിൽ പോയതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അത് മതിയാവും അമ്മക്ക്. 2 ദിവസമായിട്ട് അമ്മയ്ക്ക് എന്നെ ഭയങ്കര സംശയമാണ്. കാരണം ഞാനിങ്ങനെ വാടിക്കൊഴിഞ്ഞ് നിൽക്കാറില്ല. ഞാനും അവനും സംസാരിക്കുമ്പോൾ പൂജാരി അവിടുന്ന് ഏന്തി വലിഞ്ഞ് നോക്കുന്ന കണ്ട്. അപ്പോഴാണ് ഗൗതമിന് അന്ന് അങ്ങേരനോട് ബൈക്കിൽ കയറാൻ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായത്. ഇന്ന് കോളേജിൽ പോയിരുന്നു. പ്രത്യേകിച്ചൊന്നും നടന്നില്ല. വീട്ടിൽ ചെന്നപ്പോൾ അമ്മയില്ല. എന്നെ കണ്ടപ്പോൾ ആൻറ്റി ഇറങ്ങി വന്നു. കുട്ടൂസ് സ്കൂളിൽ നിന്ന് വീണ് കാലിന് ചെറിയ പൊട്ടുണ്ട്. അമ്മയും അച്ഛനും അവിടെയാ. ആൻറ്റി എന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേയായി ഇവിടേക്ക് വന്നിട്ട്. പൂജാരി അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ആൻറ്റി എന്നെ കുറേ നിർബന്ധിച്ചു ചായ കുടിക്കാൻ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നിന്നു. ആൻറ്റി തിരിച്ചു വിളിക്കാൻ വന്നപ്പോൾ ഞാൻ കുറേ പറഞ്ഞു ഇവിടെ നിന്നോളാന്ന്. ആൻറ്റി സമ്മതിച്ചില്ല. കൂടെ കൊണ്ടുപോയി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. ഞാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ പൂജാരി മുകളിലേക്ക് കയറിപ്പോയിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്കിൾ വന്നു. അങ്കിളിവിടെ അടുത്തൊരു ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. 10ാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യലായിട്ട് നൈറ്റ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുവാണ് പുള്ളി. പൂജാരി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടപ്പോഴേ ഞാൻ അവിടെ നിന്ന് ന്യൂസ് പേപ്പർ എടുത്ത് വെറുതെ അതിലേക്ക് നോക്കിയിരുന്നു. അങ്ങേരെൻ്റെ അടുത്ത് വന്നിരുന്നപ്പോഴും ഞാൻ അറിഞ്ഞതായി ഭാവിച്ചില്ല. ആൻറ്റിയും അങ്കിളും അടുക്കളയിലാണ്. ആൻറ്റി അങ്കിളിന് ചായ കൊടുക്കുവാണ്. പുള്ളിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അതുകൊണ്ടാവണം പുള്ളി മുകളിലേക്ക് തന്നെ കയറിപ്പോയത്. അച്ഛൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടതും ഞാൻ ചാടി എണീറ്റു. പോവാൻ റെഡിയായി നിൽക്കുമ്പോൾ ഇന്ന് നീ ചോദിച്ച ബുക്ക് എന്ന് പറഞ്ഞ് പൂജാരി എൻ്റെ കയ്യിലൊരു ബുക്ക് കൊണ്ട് തന്നു. ആൻറ്റി മംഗളമുള്ളതുകൊണ്ട് ഞാൻ മറുത്തൊന്നും പറയാതെ ബുക്ക് വാങ്ങി കയ്യിൽ പിടിച്ചു. അതിലെന്തോ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. കുട്ടൂസിന് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊരു ഉളുക്കുണ്ട്. അതിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ വേഗം റൂമിൽ ചെന്ന് ബുക്ക് എടുത്ത് നോക്കി. ബുക്ക് അരിച്ചു പെറുക്കിയിട്ടും ഞാൻ അതിലൊന്നും കണ്ടില്ല. പിന്നെ എടുത്തു നോക്കി. അതിലൊരു തേങ്ങയുമില്ല. അയാൾ എന്നെ വടിയാക്കിയതാ, കാലമാടൻ. എന്തായാലും തന്നല്ലേ, ഇനി വായിച്ചിട്ട് കൊടുക്കാം. പിന്നെ എല്ലാം പഴയതുപോലെയായി. ഇനി അങ്ങനെ ആ ബുക്കും ചോദിച്ച് വരാൻ അവസരം ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് ഞാൻ ആ ബുക്കും കൊണ്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങേരെ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പേടിക്കേണ്ടതില്ല. ഞാൻ ചോദിച്ചു വാങ്ങിയതൊന്നല്ലല്ലോ, എനിക്ക് തന്നതല്ലേ. ഞാൻ ആൻറ്റിയെ കുറേ വിളിച്ചു. ആരും വിളി കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ആൻറ്റി നല്ല ഉറക്കമാണ്. ഇനി ഞാനായിട്ട് വിളിച്ചുണർത്തുണ്ടെന്ന് കരുതി ഞാൻ മെല്ലെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. അങ്ങേര് കസേരയിൽ നിന്ന് കാര്യമായിട്ട് എന്തോ വായിക്കുകയാണ്. ഞാൻ ഡോറിൽ നൈസായിട്ടൊന്ന് തട്ടി. മുഖമുയർത്തി ഗൗരവത്തോടെ എന്നെ നോക്കി. ഞാനും കട്ടക്ക് നിന്നു. മെല്ലെ ബുക്ക് ഉയർത്തി കാണിച്ചപ്പോൾ അവിടെ വെച്ചോളാൻ ആംഗ്യം കാണിച്ചു. ബുക്ക് വെക്കാൻ തിരിഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ അങ്ങേര് നിൽക്കുന്നുണ്ടെന്ന് മുന്നിൽ കണ്ട നിഴല് തെളിയിച്ചു. തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ ആ കൈകൾ എന്നെ സ്വന്തമാക്കി. പെരുവിരലിന്നൊരു തരിപ്പ് മിസൈൽ പോലെ പാഞ്ഞു ചെന്ന് ഉച്ചിയിലെത്തി. നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം കേട്ട് ചെവി അടിച്ചു പോകുന്ന അവസ്ഥയിലായി. സോറി, ഞാനൊന്ന് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീയല്ലാതെ എടുത്തെന്ന് എനിക്കറിയാമായിരുന്നു. പൂജാരിയുടെ നിശ്വാസം എൻ്റെ കാതുകളെ പുണർന്നപ്പോൾ സകല രോമങ്ങളും അറ്റൻഷനായി. പക്ഷെ നീ ഓരോ പണി പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കണ്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിനാ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. നീ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ആയിരുന്നല്ലോ നീ. ഞാനറിഞ്ഞോ നീ ഇത്ര തൊട്ടാവാടിയാണെന്ന്. ഒരു ഹരിശ്ചന്ദ്രൻ വന്നിരിക്കുന്നു. ഇതിലൊന്നും നീ പതറാൻ പാടില്ല വൈശാരി. ഇയാൾ ഇതിലും വലുതൊക്കെ പറയും, പക്ഷെ വിട്ടുകൊടുക്കരുത്. ബോധമില്ലാതെ കിടന്ന നാവിനെ ഞാൻ ചവിട്ടി താഴെയിട്ട് എണീപ്പിച്ചു. വിട്ട ഞാൻ കുതിരി മാറാൻ ശ്രമിച്ചു. എങ്ങേര് വിടുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ കുനിഞ്ഞെന്ന് കയ്യിൽ കടിക്കാൻ നോക്കിയപ്പോൾ അങ്ങേര് പെട്ടെന്ന് പിടിവിട്ടു. അതെനിക്ക് ഇഷ്ടമായി. ഞാനൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നു അങ്ങേരെൻ്റെ മുമ്പിൽ കയറി നിന്നു. എന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽപ്പാണ്. വഴിന്ന് മാറിക്കോ, എനിക്ക് പോണം. നീ പോണ്ട, ഞാൻ ആൻറ്റിയെ വിളിക്കൂട്ടോ. ആഹാ, നീ വിളിക്കുമോ? വിളിക്കും. എന്നാ വിളിക്ക്. വിളിക്കാനാഞ്ഞതും ഒരൊറ്റ കുതിപ്പിന് അങ്ങേരെൻ്റെ വാവുത്തി മറ്റേ കൈ കൊണ്ട് എൻ്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കി നിന്നു. ലവ് ബേഡ്സുകൾ പലതും ചിറകിട്ടടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മുഖത്തു നിന്ന് ഓട്ടം മാറ്റി. എന്നോട് അടുക്കും തോറും ഞാൻ അകന്നു മാറി. അവസാനം ഞാൻ ചുമരിൽ തട്ടി നിന്നപ്പോൾ അങ്ങേരുടെ മുഖത്തൊരു വിജയഭാവം തത്തിക്കളിക്കുന്ന ഞാൻ കണ്ടു.
നെഞ്ചിന്ന് വീണ്ടും പാൻറ്റടി ഉയർന്നു. പുള്ളിക്കാരൻ്റെ ശ്വാസം എൻ്റെ മുഖത്തടിച്ചപ്പോൾ ഞാൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. നാവൊക്കെ മരുഭൂമി പോലെയായി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങേരെന്നെ വാരിപ്പുണർന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്നിൽ നിന്ന് അകന്നു മാറി കുനിഞ്ഞു പോയ എൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്നോ എന്നിൽ മുട്ടിട്ട പ്രണയം മനസ്സിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി. അമ്മക്ക് നല്ലൊരു മരുമോളെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല.